ഹലോ. അപ്പം ഇന്ന് കാലത്ത് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഏട്ടന് കുറച്ച് ദിവസമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നേരത്തെ എണീറ്റുള്ള പരിപാടികളാണ്. ഞാനാട്ടെ ഫസ്റ്റ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ അതാ മത്തി തലേദിവസം വാങ്ങിക്കൊടുന്നിരുന്നു. അതൊന്ന് വെള്ളമൊഴിച്ച് വെക്കാണ്ട തണവ് വിടാൻ. സാധാരണ ഞങ്ങളെക്കാളും മുന്നേ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് എണീക്കാറ്. ഞങ്ങൾ വരുമ്പോൾ ചോറിൻ്റെ ഒക്കെ ഒരുവിധമായി ഉണ്ടാവും. അപ്പോൾ ഇപ്പം മുതൽ ഞാനാണ്. കാരണം ഏട്ടന് ചോറും ഒക്കെ കൊണ്ടുപോകണം. ചോറ് കൊണ്ടുപോകണം, പിന്നെ എന്തിനും കഴിച്ചിട്ട് പോകണം. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ചായക്കടി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോറ് തന്നെ കേട്ടോ കഴിക്കുക പോകുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം ചായയുടെ വെള്ളം വെക്കുകയാണ് കേട്ടോ. ലൈറ്റർ അടിച്ചടിച്ചിട്ട് അടിയണില്ല, ഒരു വിധത്തിൽ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ വിറകിപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ആര വെച്ചിട്ടാണ് കെടുക്കാറ്. കാരണം രാവിലേക്ക് പിന്നെ കത്തില്ല, പ്രത്യേകിച്ച് തെങ്ങിൻ്റെയും ആണ്. അപ്പോൾ പിന്നെ കത്താത്തിരി പണിയാണ്. അപ്പോൾ അതൊന്ന് ചൂടോടെ ഇരിക്കുമല്ലോ വെച്ചിട്ട് നമ്മൾ ആ അടുപ്പത്ത് അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ കൂടെ ചകിരിയും ചിരട്ടൊക്കെ ഇടുമ്പോൾ നന്നായിട്ടാണ് കത്തും. അപ്പോൾ ഇതാ വെളിച്ചം വന്നിട്ടില്ല കേട്ടോ, ഇരുട്ടാണ്. അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ വാരി അടുപ്പന്തറ ഒന്നുകൊണ്ട് ഇതാക്കി തുടച്ചിടാറിട്ടോ. എന്നും വൈകിട്ട് തുടച്ചിടും നമ്മൾ രാത്രിക്ക് എടുക്കണതിൻ്റെ മുന്നേ. അപ്പോൾ വെണ്ണീറൊക്കെ വായിട്ടുള്ളതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതാ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. എന്തോ ഭാഗ്യം വേഗം തീയൊക്കെ പിടിച്ച് കിട്ടി. ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കണ പോലെ തീ കത്താണ്ടാവും. ഇത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയും തിളച്ചിട്ടുണ്ട്. പിന്നെ ചായയും സെറ്റായി. ഇനി നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കണം കേട്ടോ. അങ്ങനെ നേരത്തെ എണീക്കുമ്പോഴേ പണ്ട് സ്കൂൾ തുറന്ന ആ ഒരു ഇതാണ് കേട്ടോ. കാരണം നല്ല തണവും ആ ടൈമിലൊക്കെ ഇങ്ങനെ ട്യൂഷനൊക്കെ പോകാണ്ട് നേരത്തെ എണീക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. മൂടി പൊതിച്ച് എടുക്കാനായിട്ടോ തോന്നിയത്. പിന്നെ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം ഞാൻ കറി വെച്ചു വിട്ടാൽ. പിന്നെ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കറണ്ട് കട്ട് ഇങ്ങനെ വന്നും പോയി അങ്ങനെ ഇരിക്കുന്ന ടൈമായ കാരണം ഞാൻ വേഗം ചാർജ് ചെയ്യാട്ടോ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തതാട്ടോ. അതൊക്കെ കറിയും വെച്ചു, കോവയ്ക്ക അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ എണീറ്റ് വന്നപ്പോൾ മീൻ ആരാക്കി തന്നു കേട്ടോ. അപ്പോൾ അതിന് 2 മീൻ എടുത്ത് വറക്കും ചെയ്തു. അങ്ങനെ ചോറൊക്കെ ആയി ഞാൻ പാത്രത്തിലാക്കി. പിന്നെ ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞു ബാഗിൽ വർക്കിംഗ് ഡ്രസ്സും അതുപോലെ നമ്മൾ ഫുഡും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അകലെയാണ് കേട്ടോ പണി. നമ്മളുടെ കേച്ചേരി പറയും, ആ ഒരു ഏരിയയിലാണ് പണി. അപ്പോൾ അത് കാരണമാണ് ഫുഡ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാറാണ്. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഇതപ്പം എണീറ്റ് വന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല മഴ പെയ്തുണ്ട് തലേ ദിവസവും. ഇപ്പോഴും അത് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ചാറി കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചീഞ്ഞ് ഇതായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാവരും എണീറ്റ് വന്നിട്ട് ഇതാ ടാറ്റ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പോയി എന്ന് പറയുകയാണ് അവൾ കുഞ്ഞിപ്പെണ്ണ്. ഒരാൾ ടാറ്റ കൊടുക്കണമെന്നാണ് ഈ കാണുന്നത്. കൈ ഇട്ടിട്ട് വേണോ വേണ്ടിച്ചിട്ട് ആട്ടുകണ്ട്. വണ്ടിയുമ്പോൾ കൊണ്ടാവാത്തതിൻ്റെ ദേഷ്യമാണത്. അപ്പോൾ അതല്ല ഒക്കെ ഒരുവിധമൊക്കെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുളിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്.